നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 9/8/2026 റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് തന്നെ കൃത്യമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പലരും മറന്നു പോകുന്നതാണ്. അപ്പോൾ മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേരെ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ടാപ്പിംഗ് നടക്കുന്നില്ല. റെയിൻ ഗാർഡിംഗ് ഇട്ട തോട്ടത്തിൽ പോലും ടാപ്പിംഗ് നടക്കുന്നില്ല. ക്യാഷ് പോയി എന്നാണ് സൂസമ്മ എബ്രഹാം കമൻറ്റിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. നിലമ്പൂർ എടക്കരയിൽ കനത്ത മഴയാണ്. ടാപ്പിംഗ് നടക്കുന്നില്ല. ടാപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ട് പോലും ടാപ്പിംഗ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്നാണ് അവിടുന്ന് അറിയിച്ചിരിക്കുന്നത്. മേലുകാവ് മറ്റത്ത് ഭയങ്കര മഴ, ടാപ്പിംഗ് നടക്കുന്നില്ല. ജോബി മാത്യു അറിയിച്ചിരിക്കുന്നു. പത്തനാട് വലിയ മഴ, നിലമ്പൂർ മഴയോട് മഴയെന്നാണ് സോമൻ കാരാട് അറിയിച്ചിരിക്കുന്നത്. ഷിമോഗ സാഗറിൽ ഇന്ന് ലാറ്റക്സ് കൊടുത്തത് 280 രൂപയ്ക്കാണെന്ന് കർണാടകയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കർണാടകയിലും ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നു, കമൻറ്റ് അയക്കുന്നു. അപ്പോൾ വീഡിയോ അവിടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ സന്തോഷം. മുത്തു മുസ്തഫ കമൻറ്റിലൂടെ നമ്മളോട് ചോദിക്കുന്നു, 105 അല്ലാത്ത മരങ്ങളിലാണോ GT1 600 ആ മരത്തിലാണോ കൂടുതലായിട്ട് ഇല കൊഴിയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഇതിൻ്റെ മറുപടി പറഞ്ഞതാണ്. ആദ്യം ഈ ഇല കൊഴിയാൻ ഏറ്റവും കൂടുതൽ ആരംഭിക്കുന്നത് 600 ആ മരത്തിൽ തന്നെയാണ്. അതിനുശേഷം GT1, പിന്നെ നാടൻ മരങ്ങൾ, അതിനുശേഷമാണ് 105ൻ്റെ ഇല കൊഴിയാനായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷമാണ് 430, 414 ഇനങ്ങളുടെ ഇല കൊഴിയുന്നത്. അപ്പോൾ 414ൻ്റെ ഇല കൊഴിഞ്ഞാലും അത് പ്രശ്നമല്ല. പെട്ടെന്ന് തന്നെ അത് പ്രതിരോധ ശേഷി വളരെ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ അത് വളർന്നു കയറി വരും. അപ്പോൾ ഈ തൈ നടുന്ന സമയത്തായാലും ഇതിന് പ്രതിരോധ ശേഷി കൂടുതലായതുകൊണ്ട് നാമ്പ് ചെയ്യൽ രോഗം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കയറി വളർന്നു പോകുന്നുണ്ട്. 105 ആകുമ്പം നാമ്പ് ചെയ്യൽ വരുന്നതുകൊണ്ട് ഒരു നാമ്പ് പോയി കഴിഞ്ഞാൽ അതിന് 6 മാസത്തെ വളർച്ച പോയി എന്നാണ് എൻ്റെ അർത്ഥം. കേരളത്തിൽ റബ്ബർ മരത്തിൻ്റെ ഇല കൊഴിച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂലൈ മാസം കഴിഞ്ഞാലും കർക്കിടക മാസം കഴിഞ്ഞില്ല. കർക്കിടക മാസം കഴിഞ്ഞ് പെയ്യുന്ന മഴ റബ്ബറിന് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ എന്താ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കർക്കിടക മാസം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇല കൊഴിച്ചിൽ ഇനി മഴ തുടരുവാണെങ്കിൽ ഇല കൊഴിച്ചിൽ തുടരും. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. കേരളത്തിലെ റബ്ബർ വില ആദ്യം നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 284 രൂപ, RSS-5ന് 281 രൂപ, ISNA 20ക്ക് 256 രൂപ, ലാറ്റക്സ് 60%ന് 200 രൂപ 75 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS-4 1 കിലോയ്ക്ക് 284 രൂപ, RSS-5ന് 281 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 273 രൂപ, ലോട്ടിന് 257 രൂപ മുതൽ 262 രൂപ വരെ. ഒട്ടുപാലിന് വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 191 രൂപ, 60% DRC ഒട്ടുപാലിന് 143 രൂപ 25 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 287 രൂപ, ഫാക്ടറി വില 297 രൂപ. വിശദമായി നോക്കാം. 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന പാലിന് 14,350 രൂപ, 30% DRC ഉള്ളതിന് 17,220 രൂപ, 35% DRC ഉള്ളതിന് 20,090 രൂപ. ഇനി നമുക്ക് റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോയ്ക്ക് 276 രൂപ, RSS-5ന് 273 രൂപ, ISS 246 രൂപ 50 പൈസ മുതൽ 247 രൂപ വരെയും. ഒട്ടുപാലിൻ്റെ വ്യാപാരി വില 161 രൂപ മുതൽ 173 രൂപ വരെയും. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS-3ക്ക് 1 കിലോയ്ക്ക് 281 രൂപ 50 പൈസ, RSS-4ന് 281 രൂപ, RSS-5ന് 276 രൂപ, ലോട്ടിന് 256 രൂപ, ഒട്ടുപാൽ 173 രൂപ വരെയും. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 50 രൂപ മുതൽ 60 രൂപ വരെയും. വെളിച്ചെണ്ണ തയ്യാർ 255 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 260 രൂപ, കൊപ്ര ഇടത്തപ്പടി 166 രൂപ, അടയ്ക്ക പുതിയ തുരിയിലേക്ക് 360 രൂപ, അടയ്ക്ക പഴയ തുരിയിലേക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയ്യാർ നേരിയത് 5300 രൂപ, ജാതിക്ക തൊണ്ടൻ 300 രൂപ, ജാതിപത്രി ചുവപ്പ് 1400 രൂപ, ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 350 രൂപ, ജാതിപത്രി മഞ്ഞ 1600 രൂപ, ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1800 രൂപ മുതൽ 1900 രൂപ വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2100 രൂപ വരെയും, ഗ്രാമ്പു 800 രൂപ, നാടൻ 940 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 550 രൂപ മുതൽ 600 രൂപ വരെയും, ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 160 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 37 രൂപ, റോട്ടറി 38 രൂപ, കുരുമുളക് അൺകാർബിൾഡ് 1 കിലോയ്ക്ക് 694 രൂപ, കുരുമുളക് പുതിയ 1 കിലോയ്ക്ക് 684 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 714 രൂപ, ചുക്ക് ബെസ്റ്റ് 360 രൂപ, മഞ്ഞൾ സേലം 200 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 48 രൂപ, പച്ച 46 രൂപ, പഴം 53 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 38,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 11,800 രൂപ, കുരുമുളക് വയനാടൻ 700 രൂപ, ചേട്ടൻ 690 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 5,500 രൂപ, ഏലം മുണക്ക കിലോ 3000 രൂപ മുതൽ 4,000 രൂപ വരെയും, നെല്ല് കിൻഡൽ 2,600 രൂപ, നേന്ത്രക്കായ കിൻഡൽ 4,300 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു.